ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ എന്താണ് ഗോമതി ആണെന്നുണ്ടെങ്കിൽ ആകെ പൊട്ടിത്തെറിച്ച് എല്ലാവർക്കും ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോമതിയുടെ മനസ്സിൽ ആ വിഷമം അങ്ങോട്ട് മാറുന്നില്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ ഇനി കച്ചവടമൊക്കെ കുറയും എന്നൊരു നല്ലതായിട്ട് നമ്മുടെ ഗോമതിക്ക് അറിയാം. ആ ഒരു വിഷമമാണ് ഗോമതിക്ക്. വിചാരിച്ച പോലെ തന്നെ ശരിയായിട്ട് വരുന്നുണ്ട്. ഗോമതി സ്റ്റോഴ്സിൽ കച്ചവടേ ഇല്ല കേട്ടോ. ഒരാള് പോലും രാവിലെ മുതൽ ഉച്ചക്ക് 12 മണിയായിട്ട് വരും ആ കടയിൽ വന്നിട്ടില്ല. എല്ലാവരും ആ മറ്റേ കടയിലേക്ക് പോവാണ്, ഇന്ദിരാ സ്റ്റോഴ്സിലേക്ക്. ബാലന്റെ മുഖം മാറുമ്പോ രാമേട്ടൻ പറയണ്ടേ, എടാ പോടാ, നീ അങ്ങോട്ടൊന്നും വിചാരിക്കേണ്ടതേ, ഇപ്പൊ അവിടെ പോകുന്ന അവരൊക്കെ തിരിച്ചു ഇവിടേക്ക് തന്നെ വരും. നമ്മുടെ കസ്റ്റമേഴ്സ് അവിടെ പോകുന്നുണ്ട്. അതൊരു പുതിയ കടയായതുകൊണ്ട് അവർ ആ കട നോക്കാനും കടയിലെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വെറുതെ പോകുന്നതാ. നമ്മൾ നല്ല ഗുണമേന്മയുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത്. പിന്നെ ഒരുപാട് ലാഭം ഒന്നും നമ്മൾ എടുക്കാതെ കസ്റ്റമേഴ്സിന്റെ ലാഭത്തിന് വേണ്ടി വില ഒരുപാടൊന്നും കയറ്റിയൊന്നുമല്ലല്ലോ നമ്മൾ വിൽക്കുന്നത്. നമ്മുടെ നല്ലതൊക്കെ മനസ്സിലാക്കി കസ്റ്റമേഴ്സ് ഒക്കെ തിരിച്ചു വരുവോടെ ബാല, നീ ടെൻഷൻ ആവണ്ട എന്ന് പറയുമ്പോഴേക്കും ബാലൻ പറഞ്ഞിട്ട്, ആനന്ദേ നീ മര്യാദക്ക് നീ ഉണ്ടായിരുന്ന ജോലിക്ക് തന്നെ പോവാൻ നോക്ക്. ഈ കടലിൽ ഇനിയിപ്പോ ആളും കാര്യങ്ങളും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നീ പോവാൻ നോക്ക്. ഉള്ള ജോലി കളഞ്ഞിട്ട് ഇവിടെ നിന്നാ ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആകാശ് പറഞ്ഞ അച്ഛൻ ഇങ്ങനെ വിഷമിക്കല്ലേ, കസ്റ്റമേഴ്സ് ഒക്കെ വരും അച്ഛ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ആ സമയത്ത് ആകാശിന് ഒരു കോള് വരുന്നുണ്ട്. വക്കീലാട്ടോ വിളിക്കുന്നത്. വക്കീൽ നോട്ടീസ് ഇന്ന് ദേവി കൈപ്പറ്റും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ബാലൻ ചോദിക്കേണ്ട ആരാടാ ആനന്ദെ വിളിച്ചു ചോദിക്കുമ്പോ അതൊന്നുമില്ല അച്ഛ എന്ന് മാത്രമേ ആനന്ദ് പറയുന്നുള്ളൂ. അതിനുശേഷം ദേവിക്കും എന്തൊക്കെയോ ഒരു അസ്വസ്ഥത രാവിലെ മുതൽ തോന്നുവാണ്. എന്തൊക്കെയോ തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാണോ, തന്റെ ആനന്ദ് തന്നെ ഉപേക്ഷിക്കുകയാണോ, എന്തൊക്കെയോ ടെൻഷൻ ദേവിക്കും രാവിലെ തന്നെയുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കടയിലേക്ക് വന്നവരെയൊക്കെ നമ്മുടെ സുകന്യ വളച്ചെടുക്കുവാണ്. അതെ ചേച്ചി, വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ചേച്ചിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കുകയാണെങ്കിൽ ചേച്ചി വരുന്ന മുമ്പ് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെക്കാം. ചേച്ചിക്ക് സാധനങ്ങൾ മേടിച്ച് പെട്ടെന്ന് പോവുകയും ചെയ്യാം. ആഹാ, അത് കൊള്ളാലോ, അടുത്ത പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് കസ്റ്റമർ. അതിനുശേഷം വേറെ കസ്റ്റമർ വരുമ്പോ സുകന്യയോട് ചോദിക്കണ്ടല്ല, ഇവിടെ നിങ്ങൾ ബാലനും ഇവരും ധർമ്മനും തമ്മിൽ വഴക്കാണോ? അതാണ് ധർമ്മം പുതിയ കട തുടങ്ങിയത്? ഇല്ല, ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുമില്ല. ബാലേട്ടൻ തന്നെയാ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ ഇവിടേക്ക് പറഞ്ഞയക്കണത് എന്നൊക്കെ സുകന്യ തട്ടിവിടുവാണ്. ഇതൊക്കെ കേട്ട് ധർമ്മന ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ കസ്റ്റമേഴ്സ് ഒക്കെ പോയി കഴിയുമ്പോഴേക്കും സുകന്യ എടുത്ത് പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോകുന്ന ധർമ്മനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. ധർമ്മൻ ചോദിക്കേണ്ട, സുകന്യ നീ എന്ത് വൃത്തികേടാ പറഞ്ഞത്? വരുന്ന കസ്റ്റമേഴ്സിലേക്ക് ഇങ്ങനെ വളച്ചെടുക്കാൻ നിനക്ക് നാണമില്ലേ? ഞാനെന്തിനെ നാണിക്കണം? അതെ, നമ്മുടെ ആവശ്യമാണ് ഇപ്പൊ കസ്റ്റമേഴ്സ് നമ്മുടെ കടയിലേക്ക് കയറുക എന്നുള്ളത്. അതിന് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. എന്റെ ധർമ്മേട്ട ഇതൊക്കെയല്ലേ കച്ചവട ട്രിക്ക് എന്ന് പറയണത്. ധർമ്മേട്ടൻ വെറുതെ സാധനം പൊതിഞ്ഞു കൊടുക്കുകയും കച്ചവടവും മാത്രം നോക്കിയാൽ മതി, കസ്റ്റമേഴ്സിന്റെ ഡീലിംഗ് ഒക്കെ ഞാൻ ചെയ്തോളാം. സുകന്യ, ഇത് ശരിയല്ല. രാവിലെ ഇത്ര സമയമായിട്ടും ഗോമതി സ്റ്റോഴ്സിൽ കസ്റ്റമേഴ്സ് ഒന്നും കയറിയിട്ടില്ല. ഉള്ള കസ്റ്റമേഴ്സ് ഒക്കെ നമ്മുടെ കടയിലൊക്കെ കയറുന്നത് എനിക്ക് ഇവരെയൊക്കെ നന്നായിട്ട് അറിയാം. ഗോമതി സ്റ്റോഴ്സിൽ വരുന്ന ആൾക്കാർ ഇവരെല്ലാവരും ഇപ്പൊ ഇവിടേക്ക് വരുന്നു. അതാണ് ഐശ്വര്യം. നമ്മുടെ കട തുടങ്ങിയപ്പോ തന്നെ അതെ നമ്മുടെ കടയിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറാൻ തുടങ്ങി. ഇനിയിപ്പോ വെച്ചടി കേറ്റുമായിരിക്കും ധർമ്മേട്ടാ. ആ ഗോമതി സ്റ്റോഴ്സ് മിക്കവാറും ബാലേട്ടനെ അടിച്ചു പൊളിച്ച് കളയേണ്ടി വരും, അല്ലെങ്കിൽ പൂട്ടി പോകേണ്ടി വരും. ഇതേ സുകന്യെ അളിയനും പെങ്ങളും ഞാനൊക്കെ ആയിട്ട് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവര് നശിഞ്ഞു കാണണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കൂല, ഞാൻ വിചാരിക്കത്തുമില്ല. അതിനുവേണ്ടി നീ ഒന്നും ചെയ്യണ്ട. നോക്കി, ഇനി വരുന്ന കസ്റ്റമേഴ്സിന് ഇതുപോലത്തെ വലിയ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഞാൻ അടിച്ചു പുറത്താക്കുന്നില്ല. അറിയാലോ, ഇത് എന്റെ കടയാണ്, ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ ഈ കടയിൽ നിനക്ക് സ്ഥാനം, മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞ് ധർമ്മൻ അവിടെ നിന്ന് പോവാണ്. സുകന്യ മനസ്സിൽ വിചാരിക്കണം, പിന്നെ ഞാൻ കസ്റ്റമേഴ്സിനൊക്കെ പിടിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ കസ്റ്റമേഴ്സിനൊന്നും കാണുന്നില്ല കേട്ടോ. സുകന്യ പുറത്തേക്ക് ഇറങ്ങാണ്. അതിനുശേഷം ഇങ്ങനെ നോക്കുന്നുണ്ട്, കസ്റ്റമേഴ്സിനൊന്നും കാണുന്നില്ലല്ലോ. അപ്പോഴാണ് ഒരു ചേട്ടൻ നമ്മുടെ ഗോമതി സ്റ്റേഴ്സിലേക്ക് പോവാനായിട്ട് നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. സുകന്യ മാടി വിളിക്കാണ്, ഹലോ എന്ന് പറഞ്ഞ് വിളിക്കണം. അപ്പൊ ആ ചേട്ടൻ ഇങ്ങനെ ഹലോ അങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കാണ്. അപ്പൊ ആ ചേട്ടൻ സുകന്യന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ ബാലനും ആനന്ദൊക്കെ കാണുന്നുണ്ട് കേട്ടോ. സുകന്യ കയ്യിലുണ്ടായിരുന്നൊരു ലഡു ആ ചേട്ടനെ കൊടുക്കുകയാണ്. ചേട്ടാ, ഇത് പുതിയ കടയാണ്, ഇന്ന് ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ലഡു വിതരണം ഉണ്ടായിരുന്നു. അത് തരാൻ വേണ്ടി ചേട്ടനെ വിളിച്ചത്. ഇന്ന് ചേട്ടാ ലഡു കഴിക്കുക എന്ന് പറയുമ്പോൾ ലഡു കൊടുക്കുമ്പോൾ ആ ചേട്ടൻ ലഡു കഴിക്കുന്നുണ്ട്. പിന്നെ ആ കടന്ന സാധനം മേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സുകന്യ വിശേഷമൊക്കെ ചോദിക്കണല്ല, ചേട്ടൻ എന്ത് സാധനം മേടിക്കേണ്ട വേണ്ടി വന്നത് എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറെയൊക്കെ സംസാരിക്കുമ്പോ എന്നാ ഇവിടെ കയറി നോക്ക് ചേട്ടാ, എന്തായാലും ലഡു ഒക്കെ കഴിച്ചില്ലേ, കടയൊക്കെ ഒന്ന് കയറി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സുകന്യ കസ്റ്റമേഴ്സിനെ കടയിലേക്ക് കയറ്റുക കേട്ടോ. ഇതൊക്കെ കാണുമ്പോ ആകാശ് പറഞ്ഞിട്ട്, കണ്ടില്ല അച്ഛാ, സുകന്യേച്ചി കാണിക്കണത് കസ്റ്റമേഴ്സിനൊക്കെ അങ്ങോട്ടേക്ക് എടുക്കാണ്. എടാ എന്തെങ്കിലും ചെയ്യട്ടെ, നമ്മുടെ കടയിലേക്ക് ഇതുവരെയായിട്ട് ഒരു കച്ചവടം പോലും വന്നിട്ടില്ല. ആകെ വരുന്നുണ്ടായിരുന്നു കച്ചവടം എന്ന്. നമ്മുടെ കടയിൽ നിന്ന് വർഷങ്ങളായിട്ട് സാധനം മേടിക്കുന്ന ആളാ ഗോപാലൻ. അയാള് പോലും ആ കടയിലേക്ക് പോയത് കണ്ടില്ലേ? സുകന്യേച്ചി ലഡു കാണിച്ചിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചതാച്ചാ, എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ പോണ കസ്റ്റമേഴ്സ് പോണെങ്കിൽ പോട്ടേടാ, അങ്ങനെ നീ വിചാരിച്ചാ മതി എന്നൊക്കെ പറഞ്ഞ ബാലൻ കടയിൽ തന്നെ നിൽക്കാണ്. ബാലന് കുറെ കഴിയുമ്പോ വിഷമമാട്ടോ. ബാലൻ തിരിച്ച് വീട്ടിലേക്ക് പോകുവാണ്.
ഗോമതി ചോദിക്കണ്ട എന്താ ബാലേട്ട ഇത് നേരത്തെ എത്തിയല്ലോ, എന്തു പറ്റി? ഒന്നുമില്ല, എന്തോ പ്രശ്നമുണ്ട്, എന്താ ബാലേട്ട കാര്യം പറ എന്ന് പറയുമ്പോഴേക്കും അത് പിന്നെ പറ ബാലേട്ട, അത് ഇന്ന് കസ്റ്റമേഴ്സ് ഇതുവരെയായിട്ടും ഒരാൾ പോലും വന്നില്ലടോ. സമയം ഉച്ച കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു കസ്റ്റമർ പോലും കടയിൽ വന്നില്ലെന്നോ? ഇല്ലടോ, ഒരാൾ പോലും വന്നില്ല. ദൈവമേ, അപ്പൊ അവരൊക്കെ എവിടെ പോയി? എല്ലാവരും ഇന്ത്യ സ്റ്റോഴ്സിൽ പോയിരിക്കുക. ഈശ്വര, ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ ബാലേട്ട, കുറച്ച് കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചു, സ്ഥിരം വരുന്നവര് അവരും പോയോ? പോയടോ, അവിടെ കണ്ണ് മഞ്ഞിക്കണ ഓഫറുകളല്ലേ കൊടുക്കണത്, പിന്നെ വരുന്നവർക്കൊക്കെ ലഡു മിഠായി എല്ലാം കൊടുത്ത് അങ്ങോട്ടേക്ക് ക്ഷണിക്കുക. തന്റെ പ്രിയപ്പെട്ട അനിയനും അയാളുടെ ഭാര്യയും കൂടി ചേർന്ന്. ഇനിയിപ്പോ എന്താ ബാലേട്ട നമ്മൾ ചെയ്യാ? ഈ ധർമ്മൻ ഇങ്ങനത്തെ ഒരു കൊലച്ചതിയാണല്ലോ ബാലേട്ട നമുക്ക് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ, വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് ബാലൻ പറയാണ്. ഗോമതി പറയുന്നുണ്ട്, അതെ ഞാനും കടയിലേക്ക് വരുന്നുണ്ട് ഉച്ച കഴിഞ്ഞിട്ട്. താൻ എന്തിനാ കടയിലേക്ക് വരുന്നത്? ദേ ഗോമതി, ഇവിടുത്തെ പ്രശ്നത്തിനും നിൽക്കണ്ട, താൻ കടയിലേക്ക് വരണ്ട, അത് ശരിയാവില്ല. എന്തുകൊണ്ട് ശരിയാവില്ല? ഞാൻ കടയിലേക്ക് വരും. കടയിലേക്ക് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ കച്ചവടം എടുക്കണ്ടെന്ന്. സുകന്യക്ക് മാത്രമല്ല നാക്ക്, എനിക്കും ഉണ്ട് നാക്ക് എന്നൊക്കെ ഗോമതി പറയാണ്. അങ്ങനെ നിർബന്ധപൂർവ്വം ബാലൻ ഉച്ച കഴിഞ്ഞ് കടയിലേക്ക് പോകുമ്പോ ഗോമതിയും കൂടി കടയിലേക്ക് പോകാട്ടോ, ബാലനെ സഹായിക്കാൻ, ഗോമതി സ്റ്റോഴ്സിലേക്ക് കസ്റ്റമേഴ്സിനെ പിടിച്ചെടുക്കാൻ. രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ഗോമതിയുടെ പോക്ക്. അങ്ങനെ ഗോമതി കടയിലേക്ക് എത്തുന്നുണ്ട്. അവിടെ എത്തുന്ന ഗോമതി കാണുന്ന കാഴ്ച ബാലൻ പറഞ്ഞത് ശരിയാണ്. കസ്റ്റമേഴ്സ് എല്ലാവരും പോകുന്നത് ഇന്ദിര സ്റ്റോഴ്സിലേക്കാണ്. അവിടെ പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ഗോമതി നോക്കുമ്പോൾ ഒരാള് വരുന്നുണ്ട്. അയാൾ ശരിക്കും ഗോമതി സ്റ്റോഴ്സിൽ കയറാൻ വേണ്ടിയാണ് വരുന്നത്. പക്ഷെ നമ്മുടെ സുകന്യ, അയ്യോ ചേട്ടാ ഇങ്ങോട്ട് വാ, ലഡു എടുക്ക് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് വിളിക്കാട്ടോ. ഗോമതിക്ക് ക്ഷേമം അങ്ങോട്ട് കെട്ടുപോവാണ്. ഹലോ ചേട്ടാ ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കണ്ടേ. നോക്ക് ചേട്ടൻ എത്ര വർഷം ഞങ്ങളുടെ കടന്ന് സാധനങ്ങൾ മേടിക്കുന്നു, ഇതുവരെ മായോ അല്ല പൈസ കൂടുതൽ എടുക്കുകയോ ഒന്നും ചെയ്യാറില്ലല്ലോ. പിന്നെ ചേട്ടനൊക്കെ ഒരു ഇന്ദിരാ സ്റ്റോഴ്സ് കണ്ടപ്പോ അവിടേക്ക് പോണത് അത്ര ശരിയെന്നല്ല ചേട്ടാ. ചേട്ടൻ പോയിക്കോ, എത്ര നാൾ അവിടെ നിന്ന് സാധനം മേടിക്കുന്നു ഞങ്ങൾക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി വരുന്ന പറയുമ്പോൾ അയാൾക്ക് ഒരു കുറ്റബോധം പോലെ തോന്നുവാണ്. അങ്ങനെ ഗോമതി സ്റ്റോഴ്സിന്റെ സാധനം മേടിക്കുകയാണ്. നമ്മുടെ ഗോമതി പറയണ്ട, എടി സുകന്യ നീ എന്തൊക്കെ വിചാരിച്ചാലുണ്ടല്ലോ ഗോമതി സ്റ്റോഴ്സിനെ തകർക്കാൻ പറ്റില്ലടി. ഇനി ഈ ഗോമതി സ്റ്റോഴ്സ് ഗോമതി നോക്കും, നീ നോക്കിക്കോ. നമുക്ക് നോക്കാം ചേച്ചി, ചേച്ചിയുടെ കടയിലെ ആൾക്കാരാണോ അതോ ഈ കടയിലെ ആൾക്കാരാണോ കയറേണ്ടത് നമുക്ക് നോക്കാം എന്നൊക്കെ സുകന്യ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഗോമതി രണ്ടും കൽപ്പിച്ചിട്ടാണ്. അങ്ങനെ തന്റെ കസ്റ്റമേഴ്സിന് വിട്ടുകൊടുക്കാതെ ഗോമതി എല്ലാ കച്ചവടം പിടിച്ചെടുക്കുകയാണ്. ഗോമതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മീനാക്ഷി മിത്രയൊക്കെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ സുകന്യനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത് നമ്മുടെ രാജശ്രീ മാത്രാണ്. രാജശ്രീയുടെ സ്വഭാവം അറിയാലോ, അവരുടെ കാണുമ്പോൾ തന്നെ ആൾക്കാർ കടയിലേക്കേ കയറില്ല. അങ്ങനത്തെ കുശുംബത്തിലോ ദുഷ്ടത്തിലോ ആണല്ലോ കയ്യിലിരിക്കുന്നത്. അങ്ങനെ ഗോമതി സ്റ്റോഴ്സ് പതുക്കെ പതുക്കെ തന്റെ കച്ചവടമൊക്കെ പിടിച്ചെടുക്കാണ്. പിന്നെ ഹോം ഡെലിവറി വെക്കുന്നുണ്ട്. അതായത് ആൾക്കാർ വേണ്ട സാധനങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ സാധനങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുക. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചെയ്യുമ്പോഴേക്കും കസ്റ്റമേഴ്സ് ഒന്നും പോവാതെ നോക്കുകയാണ്. അങ്ങനെ നല്ല 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 ഭാഗങ്ങളാണ് നമ്മൾ ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്, നല്ല എപ്പിസോഡ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.